ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് വളർത്തുന്നവർ പൂച്ചയെ വളർത്തി വലിയ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയുടെ തംബ്നെയിൽ പറഞ്ഞ പോലെ ക്യാറ്റ് കെയർ ഫോർ ബിഗിനേഴ്സ്. ഒരു പൂച്ചയെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാരണം. ഒരു പൂച്ചക്കുഞ്ഞിനെയാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കുറഞ്ഞത് 35 മുതൽ 40 ദിവസം പ്രായമുള്ള പൂച്ചക്കുഞ്ഞിനെ വേണം അഡോപ്റ്റ് ചെയ്യാൻ. അതിലും ചെറിയ പൂച്ചക്കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ അതിന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. തള്ളപ്പൂച്ച ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, തള്ളപ്പൂച്ച ഇല്ലാത്ത പൂച്ചക്കുഞ്ഞാണെങ്കിൽ അതിന് സർവൈവ് ചെയ്യാനൊക്കെ പാടാണ്. നിങ്ങളൊരു നാടൻ പൂച്ചക്കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ അഡോപ്ഷനിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊരു നാടൻ പൂച്ചക്കുഞ്ഞ് അല്ലെങ്കിൽ എവിടെ റോഡിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നാടൻ പൂച്ചക്കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം 1.5 മാസമോളം കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം. കുഞ്ഞിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിൽക്ക് റീപ്ലേസറൊക്കെ വെറ്റിനറി ഷോപ്പിൽ കിട്ടും. അത് വേണം ആ പൂച്ചക്കുഞ്ഞിന് കൊടുക്കാൻ. അതുപോലെ തന്നെ ഡീവാം ചെയ്യുന്ന മരുന്നുണ്ട്, നീമോസിഡ്. അത് 3-4 തുള്ളി വീതം 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ 3 മാസം വരെ കൊടുക്കണം. പിന്നെ നാടൻ പൂച്ചയ്ക്ക് ഡീവാം ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും വിചാരം. അങ്ങനെയൊന്നുമല്ല. പേർഷ്യൻ ക്യാറ്റ്സ് പോലെ തന്നെ നാടൻ പൂച്ചയും ഡീവാം ചെയ്യണം, അല്ലെങ്കിൽ അതിന് വീരയ്ക്കുള്ള പ്രോബ്ലംസും ഒരുപാട് അസുഖമൊക്കെ വരും. 3 മാസം മുതൽ 6 മാസം വരെ ക്യാൻവാം പോലെയുള്ള ഒരു സിറപ്പുണ്ട്. അത് 3 ദിവസം വെച്ചിട്ട് മാസത്തിൽ ഒരിക്കൽ രാത്രി കൊടുക്കണം. അതിനുശേഷം 3 മാസം ഇടവിട്ട് ക്യാൻവാം സിറപ്പും ഡിവാം ടാബ്ലറ്റും കൊടുക്കണം. അതുപോലെ തന്നെ നാടൻ പൂച്ചകൾക്ക് വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ലാന്ന് എല്ലാവരുടെയും വിചാരം. അതും തെറ്റാണ്. നാടൻ പൂച്ചകൾക്കും റേബീസിൻ്റെ വാക്സിനും അതുപോലെ തന്നെ പാർവോയുടെ മൾട്ടിപ്പിൾ ഫോമിനുള്ളൊരു വാക്സിനൊക്കെ ഉണ്ട്. മൾട്ടിപ്പിൾ ഡിസീസിനെ പൂച്ച പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ വാക്സിൻ എടുക്കേണ്ടതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ മീൻ കൊടുക്കാം. മീൻ, ഇറച്ചി, മുട്ട എല്ലാം കൊടുക്കാൻ. ആടൻ പൂച്ചകൾക്ക് കൂടുതൽ ഇഷ്ടം മീനായിരിക്കും. അപ്പം പച്ച മീനിനേക്കാൾ നല്ലത് വേവിച്ച മീൻ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന് ദഹനത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ പൂച്ചകൾക്ക് പാല് കൊടുക്കാൻ പാടില്ല. പാല് കൊടുത്താൽ പൂച്ചയ്ക്ക് ദഹനത്തിൻ്റെ പ്രോബ്ലംസൊക്കെ വരും. പാല് മാക്സിമം കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ പൂച്ചകളെ വളർത്തുമ്പോൾ വീടിൻ്റെ ഉള്ളിലാണ് വളർത്തുന്നതെങ്കിൽ ഒരു ലിറ്റർ ബോക്സ് വാങ്ങിച്ച് വെച്ച് ലിറ്റർ ട്രെയിൻഡ് ആക്കുന്നത് നല്ലതാണ്. ആ ലിറ്റർ ബോക്സിൽ വളമോ അല്ലെങ്കിൽ മണ്ണോ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പിൽ കിട്ടുന്ന പോലത്തെ ആ പൊടിയോ എന്തെങ്കിലും ഇട്ട് ട്രെയിൻ ചെയ്യിക്കുക. അല്ലെങ്കിൽ പുറത്ത് പോകുന്ന പൂച്ചയാണെങ്കിൽ അതിന് പുറത്ത് പോയി അത് കാര്യങ്ങൾ സാധിക്കും. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു ലിറ്റർ ബോക്സ് വെക്കണം, അല്ലെങ്കിൽ അത് ട്രെയിൻ ചെയ്യണം കുഞ്ഞിലെ. അപ്പം ട്രെയിൻഡ് ആകും പൂച്ചകൾ. പിന്നെ അതുപോലെ തന്നെ നാടൻ പൂച്ചകളെ കുളിപ്പിക്കേണ്ടൊന്നും ആവശ്യമില്ല. വല്ലപ്പോഴും കുളിപ്പിക്കാം, കാരണം അതിന് നാച്ചുറൽ ഗ്രൂമിങ് ആണ്. പിന്നെ അതിൻ്റെ വാക്സിനേഷൻ ഞാൻ പറഞ്ഞില്ല, ഇയർലി വാക്സിനേഷൻ എടുക്കണം. റാബീസ് ഒന്നും വരാതിരിക്കും. മറ്റ് പൂച്ചകളോട് കടിയൊക്കെ കൂടുമ്പോൾ റാബീസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതിന് ഇയർലി വാക്സിനേഷനൊക്കെ എടുക്കണം. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ്, പിന്നെ ലിറ്റർ ബോക്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാടൻ പൂച്ച വളർത്തുന്നവർ കെയർ. പിന്നെ ക്യാറ്റ് ഫുഡ് നാടൻ പൂച്ചകൾക്ക് കൊടുക്കണം. ക്യാറ്റ് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ലാണ് എല്ലാവരുടെയും വിചാരം. അത് തെറ്റാണ്. ക്യാറ്റ് ഫുഡ് കൊടുത്താൽ അതിൻ്റെ ഹെൽത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും എല്ലാ മിനറൽസും വിറ്റാമിൻസൊക്കെ കൊടുക്കുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫുഡിന് അതൊന്നും കിട്ടില്ല. ഡ്രൈ ഫുഡും വെറ്റ് ഫുഡും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നാടൻ പൂച്ചകളെ അല്ലെങ്കിൽ പൂച്ചകളെ പുതിയതായി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡീവാം ചെയ്യണം, വാക്സിനേഷൻ എടുക്കണം, മീനും ഇറച്ചിയും എല്ലാം വേവിച്ച് കൊടുക്കണം. ചോറധികം കൊടുക്കേണ്ട ആവശ്യമില്ല, ദഹനത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ പാലും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡീവാം ചെയ്യണം, പിന്നെ ക്യാറ്റ് ഫുഡും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.